നമുക്കിന്ന് മേയും മൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലോ. മേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധ്യത പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൈറ്റും സാധ്യത പറയാനാണ് ഉപയോഗിക്കുന്നത്. മേ എന്ന് പറഞ്ഞാൽ 100-ൽ നമുക്കൊരു 75% സാധ്യത പറയാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് മേ റെയിൻ, ഇന്ന് മഴ പെയ്തേക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം. 100-ൽ 75% മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പറഞ്ഞ എന്താണ്? ഒരു 100-ൽ 50% മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ്. ഒരു സാധ്യതയുടെ അളവ് കുറവാണ് മൈറ്റ് പറയുമ്പോൾ. മേ പറയുമ്പോൾ ഒരു 75%, കുറച്ച് സാധ്യത കൂടുതലാണ്. ഈ മേ കം, അവൻ വന്നേക്കാം. അവൻ വന്നേക്കാം, ഒരു 75% അവൻ വന്നേക്കാം. ഈ മൈറ്റ് കം എന്ന് പറഞ്ഞാലോ ഒരു 50% സാധ്യത കുറവാണ്. ഇപ്പം മേയും മൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ്, മൈറ്റ് എന്ന് പറഞ്ഞാൽ സാധ്യത കുറവാണ്. അപ്പം നമുക്ക് മേന്റെ ഒരു യൂസേജും കൂടിയുണ്ട്. നമുക്ക് പെർമിഷൻ, നമ്മൾ അനുവാദം ചോദിക്കൂലേ, മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. ആ ഒരു സിറ്റുവേഷനിലും നമുക്ക് മേ ഉപയോഗിക്കാം. അപ്പം മേയുടെ 2 യൂസേജ് ഉണ്ട്. ഒന്ന് സാധ്യത പറയാനും ഒന്ന് പെർമിഷൻ യൂസ് ചെയ്യാനും. അപ്പം മേയും മൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. അടുത്ത വീഡിയോ കാണാം.